നിങ്ങൾ കണ്ടുമുട്ടേണ്ട 5 വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെക്കുറിച്ച് അറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ. വേട്ടയാടലും ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും എല്ലാം ഭൂമിയിലെ അപൂർവ ജീവികളിൽ ചിലതൊക്കെ തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ 8 പക്ഷികളിൽ 1, 4 സസ്തനികളിൽ 1, ഉഭയജീവികളിൽ 1/3 എന്നിവ വംശനാശ ഭീഷണിയിലാണ്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, അതായത് IUCN പ്രകാരം മൃഗങ്ങളും സസ്യങ്ങളും ഉൾപ്പെടെ 16,306 വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഇവിടെയുണ്ട്. ലോകത്തിലെ ജൈവ വൈവിധ്യത്തിൻ്റെ അവസ്ഥയുടെ പ്രധാനമായ ഉറവിടം IUCNൻ്റെ റെഡ് ലിസ്റ്റാണ്. നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന 5 മൃഗങ്ങളെക്കുറിച്ചറിയാം നമ്മൾക്കിന്ന്. ആദ്യമായി പറയുന്നത് ലെതർ ബാക്ക് ആമയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ആമകളായ ലെതർ ബാക്ക് ആമകൾക്ക് 2200 പൗണ്ട് ഭാരം വഹിക്കുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ കട്ടിയുള്ള പുറംതോടില്ലാത്ത ഒരേയൊരു ആമയ്ക്ക് തുകൽ പോലെ കാണപ്പെടുന്ന ചർമ്മത്തിൻ്റെ രൂപഭാവമാണ് ഈയൊരു പേര് നൽകുവാൻ പ്രേരണയായത്. അവിശ്വസനീയമാം വിധം ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി അവയ്ക്ക് വളരെ കുറച്ചു മാത്രമേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ കടലാമകൾക്ക് കൂടുകൂട്ടുന്ന സ്ഥലത്തെത്താൻ എല്ലാ വർഷവും 10,000 മൈൽ നീന്താൻ കഴിയുന്നു. ശ്രദ്ധേയമായ ഡൈവിംഗ് കഴിവുകളുള്ള ലെതർ ബാക്കുകൾ ഏകദേശം 4000 അടി കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങും എന്നാണ് അറിയപ്പെടുന്നത്. അതുകൂടാതെ 1 മണിക്കൂറിൽ അധികം വെള്ളത്തിനടിയിൽ തന്നെ കഴിയാനും ഇവയ്ക്ക് കഴിയും. സമുദ്ര മലിനീകരണം കൂടുകൂട്ടുന്ന ആ ഒരു ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, ബോട്ട് അപകടങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ കാരണമാണവ വംശനാശ ഭീഷണിയിൽ ആയി പോകുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ജെല്ലി ഫിഷാണെന്നാണ് പറയുന്നത്. ഇത് ആ ആമകളുടെ ആവശ്യങ്ങൾക്ക് പോഷണവും ശക്തിയും നൽകുന്നു. അതേപോലെ ജെല്ലി ഫിഷുകൾ പോഷകമൂല്യത്താൽ നിറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ലെതർ ബാക്ക് ആമകൾ ഓരോ ദിവസവും ശരീരഭാരത്തിൻ്റെ 70% കഴിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഒറാങ് ഊട്ടാനെ കുറിച്ചാണ് പറയുന്നത്. ബോർണിയോയിലെയും സുമാത്രയിലെയും മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒറാങ് ഊട്ടാനുകൾക്ക് വനനശീകരണം മൂലം ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമായും പേപ്പർ പൾപ്പ്, പാം ഓയിൽ വ്യവസായങ്ങൾ ദ്വീപ് വെട്ടിത്തെളിക്കുന്നതിനാലാണ് ഈ ഒരു ദുഃഖകരമായ അവസ്ഥ ഉണ്ടായത് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പാം ഓയിൽ തോട്ടങ്ങളുടെ തൊഴിലാളികളും ഈ ഒറാങ് ഊട്ടാനെ കൊല്ലുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നിലവിലെ നിരക്കിൽ സുമാത്രൻ ഒറാങ് ഊട്ടാൻ 10 വർഷത്തിനുള്ളിൽ വംശനാശം സംഭവിക്കുമെന്ന് കണക്കുകൾ പറയുന്നു. ഇനി ബോർണിയൻ ഒറാങ് ഊട്ടാനും ഉടൻ തന്നെ വംശനാശം സംഭവിക്കും. നമ്മുടെ DNA-യുടെ 97% ഈ മൃഗങ്ങൾ പങ്കിടുന്നു എന്നതാണ്. ഉപകരണങ്ങൾ ഉപയോഗിക്കാനും സങ്കല്പിക്കുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും ആംഗ്യഭാഷ പഠിക്കാനുമുള്ള കഴിവോടെ അവ വളരെ ബുദ്ധിയുള്ളതായാണ് പറയുന്നത്. എങ്ങനെയാണ് വഞ്ചന ഉപയോഗിക്കുന്നത് എന്നും അവർക്കറിയാം. ഒറാങ് ഊട്ടാനുകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. 6 വയസ്സ് വരെ അവർ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുകയും ചെയ്യുന്നു. കടുത്ത വംശനാശ ഭീഷണിയിലാണ് ഈ ഒറാങ് ഊട്ടാനുകൾ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ചുവന്ന പാണ്ടയാണ്. പൊതുവായി പാണ്ട എന്ന പേരുണ്ടെങ്കിലും ഈ മൃഗങ്ങൾക്ക് കൂടുതൽ പരിചിതമായ ആ ഭീമൻ പാണ്ടയുമായി അടുത്ത ബന്ധമില്ല. അത് യഥാർത്ഥത്തിൽ ഒരു കരടിയാണ്. വാസ്തവത്തിൽ ചുവന്ന പാണ്ടകൾ മാത്രമാണ് എലൂറിഡെ കുടുംബത്തിലെ അംഗങ്ങൾ എന്നാണ് വാസ്തവം. ഏഷ്യയിലെ ഉയർന്ന വനപ്രദേശങ്ങളിലെ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന ചുവന്ന പാണ്ടയെ ആദ്യമായി വിവരിച്ചത് 1825 ഐലൂറസ് എന്ന പേരിൻ്റെ അർത്ഥം തീ നിറമുള്ള പൂച്ച എന്നതാണ്. ഫ്രഞ്ച് ജന്തുശാസ്ത്രജ്ഞനായ ഫ്രെഡറിക് കുവിയർ ആണ് ഈ ഒരു പേര് നൽകിയത്. അദ്ദേഹം അവയുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുകയും അതേപോലെ ചുവന്നതും ഭീമൻ പാണ്ടയും മുളയെ പ്രധാന ഭക്ഷണ സ്രോതസ്സായി ഉപയോഗിക്കുന്നു എങ്കിലും ചുവന്ന പാണ്ട തളിരുകളുടെ അഗ്രങ്ങളും
ഇലകളും മാത്രമേ കഴിക്കാറുള്ളൂ. അതേസമയം ഈ ഭീമൻ പാണ്ട എല്ലാ ഭാഗങ്ങളും കഴിക്കുന്നു. കൃഷി, പാർപ്പിടം, വാണിജ്യ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഭൂമി വികസനം അവയുടെ ആവാസമായ വ്യവസ്ഥയെ പ്രതികൂലമായി നന്നായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ മാംസത്തിനും അതിൻ്റെ തൊലിക്കും വേണ്ടി ചുവന്ന പാണ്ടകളെ വേട്ടയാടുന്നുമുണ്ട്. 10,000-ൽ താഴെ ഈ വൈൽഡ് റെഡ് പാണ്ടകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇപ്പോൾ എന്നും ഒരു പക്ഷേ 2,500-ൽ എണ്ണം മാത്രമേ ആകെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. കാരണം എത്തിച്ചേരാൻ പ്രയാസമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നത് കൊണ്ട് അവയുടെ എണ്ണം കൃത്യമായി ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. സാധാരണയായി ഇവ മരങ്ങളുടെ മുകളിലാണ് താമസിക്കുന്നത്. വെള്ളത്തിനായി മാത്രമാണ് താഴേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. ഈ വംശനാശ ഭീഷണി നേരിടുന്ന പല ജീവികളെ പോലെയും വനനശീകരണം മൂലം ശ്രീലങ്കൻ ആനകൾക്കും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നുണ്ട്. ഈ കരവികസനത്തിൽ നിന്നുള്ള കുടിയേറ്റ പാതയിലെ തടസ്സങ്ങൾ കാരണം ഈ ആനകളിൽ ഏതാനും ആയിരങ്ങൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്നതാണ് കണക്ക്. ശ്രീലങ്കൻ ആന ഒരു ഏഷ്യൻ ആനയാണ്. വളരെ രസകരമായി ഉള്ളത്, ആഫ്രിക്കൻ ആനയെ പോലെ പെണ്ണാനകൾക്ക് സാധാരണയായി കൊമ്പുകൾ വളരാറില്ല. എല്ലാ ആനകളെ പോലെയും ശ്രീലങ്കൻ ആന വളരെ ബുദ്ധിമാനാണ്. വാസ്തവത്തിൽ കണ്ണാടിയിൽ സ്വയം തിരിച്ചറിയുവാൻ കഴിയുന്ന 3 മൃഗങ്ങളിൽ ഒന്നാണ് ആനകൾ. മറ്റുള്ളവ ഒന്ന് ഡോൾഫിൻ, ഒന്ന് വലിയ കുരങ്ങുമാണ്. കുഞ്ഞു ശ്രീലങ്കൻ ആനകൾക്ക് 200 മുതൽ 300 പൗണ്ട് വരെ ഭാരമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവയെല്ലാം 11 അടിയിൽ കൂടുതൽ ഉയരത്തിൽ എത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ഭീമാകാരമായ ഈ മൃഗങ്ങൾ ഇപ്പോൾ നമ്മുടെ വംശനാശ ഭീഷണിയിലാണ്. അടുത്തതായി വംശനാശ ഭീഷണി നേരിടുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ സമുദ്ര സസ്തനിയായ വാക്കിറ്റ വംശനാശത്തിൻ്റെ വക്കിലാണെന്നാണ് പറയുന്നത്. തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും കൂട്ടത്തിൽ സൈറ്റേഷ്യൻ കുടുംബത്തിൽപ്പെട്ട ഈ ചെറുതും അതേപോലെ ലജ്ജാശീലവുമായ പോർപോയിസുകൾ ഉൾപ്പെടുന്നുണ്ട്. 1957-ൽ കണ്ടെത്തിയ ഇവയിൽ 10 എണ്ണം മാത്രമേ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേപോലെ മെക്സിക്കോയിലെ അപ്പർ ഗൾഫ് ഓഫ് കാലിഫോർണിയയിൽ മാത്രം കാണപ്പെടുന്ന ഇവ ഡോട്ടോബ മത്സ്യങ്ങളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഗിൽ നെറ്റുകൾ മൂലമാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവയുടെ നീന്തൽ മൂത്രസഞ്ചികൾക്ക് ചൈനീസ് കരിഞ്ചന്തയിൽ ഉയർന്ന വില ലഭിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതലും ഇവ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വാക്കിറ്റകളുടെ തലകൾക്ക് വലയിലൂടെ കടക്കുവാൻ കഴിയും. പക്ഷേ അവയുടെ ശരീരത്തിന് അതിനുള്ള കഴിവില്ല. അവ കുടുങ്ങിയാൽ തന്നെ സ്വന്തമായി രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇനി വാക്കിറ്റകളുടെ പ്രദേശത്ത് ഗിൽ നെറ്റുകൾ നിരോധിച്ചിരുന്നുവെങ്കിലും ഈ നിയമവിരുദ്ധമായ മത്സ്യബന്ധനം കാരണം ഇപ്പോഴും അവയെ സംരക്ഷിക്കപ്പെടുവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്.